കരുനാഗപ്പള്ളിയിലെ സന്തോഷിന്റെ കൊലപാതകത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. അക്രമികൾക്ക് കാർ ക്രമീകരിച്ചു നൽകിയ ആളാണ് കസ്റ്റഡിയിൽ ഉള്ളത്. കൊലപ്പെടുത്തിയത് 4 അംഗ സംഘമെന്ന് പോലീസ്. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് എഫ്ഐആർ. സന്തോഷിനെ ആക്രമിച്ചത് വാളും കമ്പിപ്പാരയും ഉപയോഗിച്ച് എന്നും കണ്ടെത്തൽ. ആക്രമികൾ സഞ്ചരിച്ചിരുന്ന കാർ ഓച്ചിറ വയനകം ഭാഗത്ത് നിന്ന് കണ്ടെത്തി. മുഖംമൂടി ധരിച്ചാണ് അക്രമി സംഘം എത്തിയതെന്ന് സന്തോഷിന്റെ അമ്മ ഓമന പറഞ്ഞു. വീടിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. മുമ്പും മകന് നേരെ ആക്രമണ ശ്രമം ഉണ്ടായിട്ടുണ്ടെന്നും ഓമന. വെളിയിൽ നിന്നോട്ട് ഇങ്ങനെ എറിഞ്ഞപ്പോൾ ടപ്പോന്ന് പൊട്ടി. അങ്ങനെ അയൽക്കാരൊക്കെ പോണെന്ന് ആരും വന്നതൊന്നുമില്ല. അന്നേരത്തെ വെപ്രാളത്തിന് എൻ്റെ സാറന്മാരെ ഞാൻ അവിടെ കിടന്നങ്ങ് കരഞ്ഞത്. എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞു. പണ്ട് വന്ന് ഇതുപോലെ ചെയ്തേച്ച് പോയതല്ലയോ. കാണാൻ കിട്ടണമെന്നുള്ള ഒരു വിചാരമില്ലേ ഭഗവാനെ. എൻ്റെ പ്രാവശ്യം ഇതേപോലെ വന്ന് കൊന്നേച്ച് പോയതാണ്. അതേസമയം ഓച്ചിറയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. സന്തോഷിനെ കൊന്ന അതേ സംഘമാണ് പിന്നിലെന്നാണ് സംശയം. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുള്ളാണ് ചേരുന്നത്. ഷമീർ, എന്താണ് സന്തോഷിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്? ഗുണ്ടാ കുടിപ്പകയാണോ? എന്താണ് ഈ കൊലപാതകത്തിന് കാരണമായി പോലീസ് പറയുന്നത്? പ്രതികളുടെ കാര്യത്തിൽ മറ്റ് പ്രതികളെ ഇപ്പോൾ ഒരാളെയാണ് പിടികൂടിയിരിക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം പുലർച്ചെ 2:30 കൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു അക്രമം ഈ വീട്ടിലേക്ക് ഉണ്ടായത്. പുലർച്ചെ എത്തിയ ഈ സംഘം വീട്ടിന്റെ കതകിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് കതക് തകർത്ത ശേഷമാണ് ഉള്ളിലേക്ക് കടന്നത്. ഇതിനുശേഷം ഉറങ്ങിക്കിടന്നിരുന്ന സന്തോഷിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. തുടർന്ന് ഇവരുമായി ഏറ്റുമുട്ടലുണ്ടായി. അങ്ങനെ ഇദ്ദേഹത്തിന്റെ കാലിലും കയ്യിലും വെട്ടേറ്റു. പിന്നീട് കൂടം പോലെയുള്ള ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചുകൊണ്ട് കാല് അടിച്ച് തകർക്കുകയും ചെയ്തു. ഇതിനുശേഷം വീണ്ടും പുറത്തിറങ്ങിയ അക്രമി സംഘം വീണ്ടും സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞതോടുകൂടി പരിസരവാസികൾ ഓടിക്കൂടുകയും ചെയ്തു. അങ്ങനെ ഈ സന്തോഷിന്റെ സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് എത്രയും വേഗം പോലീസുമായി എത്തണം, അല്ലെങ്കിൽ തന്നെ കൊലപ്പെടുത്തുമെന്ന് അറിയിക്കുകയും ചെയ്തു. ഇതിനടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് അവിടെ എത്തുകയും ചെയ്തു. ഇദ്ദേഹമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അതായത് 2024 നവംബർ 13 ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് പങ്കജിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട സന്തോഷ്. ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക തന്നെയാണ് ഇത്തരത്തിലെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇന്നോവ വാഹനത്തിലാണ് ഈ സംഘം 4 പേരടങ്ങിയ സംഘം സഞ്ചരിച്ചത്. ഇവർ പിന്നീട് ഈ വാഹനവുമായി ഈ കരുനാഗപ്പള്ളിയിൽ നിന്നും പുറപ്പെട്ട് ഓച്ചിറയിൽ എത്തി. അവിടെയും സമാനമായി ഒരു അനീർ എന്ന യുവാവിനെ ആക്രമിക്കുകയും ചെയ്തു. എന്തായാലും ഈ 2 സംഭവങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഇതിനുശേഷം ഈ വാഹനം വയനകം ഭാഗത്ത് വെച്ച് പോലീസ്, അതായത് കൊല്ലം സിറ്റിയിലെ മുഴുവൻ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഈ കൊലപാതകം കേന്ദ്രീകരിച്ചാണ്. വയനകം ഭാഗത്ത് വെച്ച് സംശയാസ്പദമായ രീതിയിൽ ഈ ഇന്നോവ പോലീസ് കൈകാണിക്കുകയും എന്നാൽ നിർത്താതെ പോയി ഒരു ക്ഷേത്ര മൈതാനത്ത് വെച്ച് ഈ വാഹനം നിർത്തുകയും പിന്തുടർന്നെത്തിയ പോലീസ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്നും അയാൾ രക്ഷപ്പെടുകയും ചെയ്തു. ഈ വാഹനം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഈ സംഭവം ബന്ധപ്പെട്ട് ഒരാൾ ഇപ്പോൾ കരുനാഗപ്പള്ളി പോലീസിന്റെ കസ്റ്റഡിയാണുള്ളത്. അതായത് ഈ കൊലപാതകവുമായി നേരിട്ട് ബന്ധമുള്ളയാളാണ് കസ്റ്റഡിയിലുള്ളതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇദ്ദേഹത്തിന്റെ അമ്മ നൽകിയ സൗണ്ട് ബൈറ്റ് പ്രകാരം ഇതിനു മുമ്പും സന്തോഷിനെ 2022 ഇത്തരത്തിൽ വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ ശ്രമം നടന്നിരുന്നു. പക്ഷേ അന്ന് ആ ശ്രമം വിജയിച്ചിരുന്നില്ല. നിരവധി കേസുകളുള്ള ആളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരുന്ന സന്തോഷ്. ഗുണ്ടാ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളാണ് സന്തോഷ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പ്രതികളിലേക്ക് പോലീസ് എത്തിയതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ പിടികൂടിക്കുന്നത്. വാഹനത്തിന്റെ RC ഓണറാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ വാഹനത്തിന്റെ വ്യാജ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ വന്നത്. പിന്നീട് ഈ വാഹനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അഡ്രസ് പ്രകാരം ഉള്ള ആളിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഷമീർ, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ നാട്ടുകാരിൽ ഒരാളുടെ പ്രതികരണം എത്തിയിട്ടുണ്ട്, അതിലേക്ക്.
എന്നെ കൊല്ലാനായിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, പെട്ടെന്ന് എന്നെ പോലീസുകാരെ വിളിച്ചുകൊണ്ട് ഓടി വായോ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഓടി ഇവിടെ നേരിട്ട് എൻ്റെ വീട് തൊട്ടപ്പുറത്ത് തന്നെ ഹൈസ്കൂളിൽ തന്നെ എൻ്റെ വീട്. ഞാനിവിടെ വരുമ്പോഴത്തേക്ക് ഇരുട്ടായി കിടക്കും. ഇവിടെ പുറത്തൊരു ബൾബ്, കറണ്ട് പോയാലും കത്തുന്ന ഒരു ബൾബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വെളിച്ചത്തിൽ ഞാൻ കാണുന്നത് കാല് തകർന്ന ആൾ രക്തത്തിൽ കുളിച്ച് എന്നത് കിടക്കുന്നതായിട്ടാണ്. അപ്പോൾ തന്നെ ഞാൻ ഒരു ആംബുലൻസൊക്കെ വിളിപ്പിച്ച് പോലീസുകാർ അപ്പോഴത്തേക്ക് വന്ന് ഞങ്ങൾ പോലീസുകാർ ഉൾപ്പെടെ അങ്ങോട്ട് കയറി ആളിനെ എടുത്ത് നേരെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക്. ഷമീർ, 4 അംഗ സംഘമാണ് കൊലയ്ക്കെത്തിയത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതിലിപ്പോൾ ഒരാളാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് അല്ലേ? ഇതേ സംഘം തന്നെയാണോ ഓച്ചിറയിലെത്തി മറ്റൊരു കൊലപാതക ശ്രമം നടത്തിയിരിക്കുന്നത്? ആ സംഘർഷത്തിൽ, ആ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റ ആളുടെ സ്ഥിതി എങ്ങനെയാണിപ്പോൾ, ഈ അനീറിന്റെ സ്ഥിതി? ലക്ഷ്മിപത്മ, ഈ 2 സംഭവങ്ങളും ഏതാണ്ട് അരമണിക്കൂർ വ്യത്യാസത്തിലാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് സംശയിക്കുന്നത് ഈ സംഘം ഈ ഓച്ചിറ ഭാഗത്ത് വവ്വാക്കാവ് ഭാഗത്തേക്ക് എത്തി ഈ അനീറിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. അനീർ ഇപ്പോൾ നിലവിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അപകടനില തരണം ചെയ്തു ചികിത്സയിൽ കഴിയുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ സംഘം തന്നെയാണ് ഈ അക്രമത്തിന്, 2ാമത്തെ അക്രമത്തിന് പിന്നിലെന്ന് തന്നെയാണ് പോലീസ് അതിലേക്ക് തന്നെയാണ് അന്വേഷണം എത്തിക്കുന്നത്. എന്തായാലും എഫ്ഐആർ പ്രകാരം 4 അംഗ സംഘം വീട്ടിലേക്ക് എത്തി സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. ഇതിനുശേഷം അക്രമം നടത്തി എന്നാണ് എഫ്ഐആറിലുള്ളത്. അതായത് 2022-ൽ ഇദ്ദേഹത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച, സന്തോഷിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച അതേ സംഘം തന്നെയാണ് ഇപ്പോൾ ഈ കൊല നടത്തിയിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അന്വേഷണം അതിന്റെ രീതിയിൽ നടക്കുന്നു. എല്ലാ വഴികളും ഈ പ്രതികളിലേക്ക് തന്നെയാണ് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ സൂചന നൽകിയത്. അതിന് പ്രകാരം ഇപ്പോൾ വണ്ടിയുടെ RC ഓണർ കസ്റ്റഡിയിലായിരിക്കുന്നു. ഇനി RC ഓണറെ കൂടുതൽ ചോദ്യം ചെയ്യുന്നത് പ്രകാരമായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക. എന്തായാലും ചില സൂചനകൾ പോലീസിനുണ്ട്, പ്രതികളിലേക്ക് എത്തേണ്ട ചില സൂചനകൾ പോലീസിനുണ്ട്. ആ സൂചനകൾ പ്രകാരം പോലീസ് ആ അന്വേഷണം നടത്തുകയാണ്. സിറ്റിയിലെ എല്ലാ പോലീസ് സംവിധാനവും ഈ അന്വേഷണം കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ മുഴുവൻ പ്രതികളെയും പിടികൂടാനാകുമെന്നാണ് നമുക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ലക്ഷ്മി പത്മ. ഷമീർ, ഈ അടുത്ത കാലത്തായി നടന്ന എല്ലാ തരത്തിലുള്ള അക്രമ സംഭവങ്ങളിലും ലഹരി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ കേസിലും അങ്ങനെ സംശയിക്കുന്നുണ്ടോ പോലീസിന്? ഈ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ എന്താണ്? കുടിപ്പക മാത്രമാണോ ഈ ആക്രമണങ്ങളിലേക്ക് വഴി തെളിച്ചിരിക്കുന്നത്? അത്രയും ക്രൂരമായ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. അയൽവാസിയുടെയൊക്കെ ബൈറ്റ് കേൾക്കുമ്പോൾ അതാണ് മനസ്സിലാകുന്നത്. ഒരാളെ കാല് തകർക്കുക, അത്തരത്തിൽ ക്രൂരമായി ആക്രമിക്കുന്നതായിട്ടാണ് ആ വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതും സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ക്രൂരമായ ആക്രമണം നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ ഈ സന്തോഷിന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് വാഹനം നിർത്തിയിട്ടിരുന്ന ഭാഗത്ത് മദ്യക്കുപ്പികൾ ഉപേക്ഷിച്ച നിലയിലാണ് കാണപ്പെട്ടിട്ടുള്ളത്. എന്തായാലും പോലീസിന്റെ ഫോറൻസിക് സംഘം എത്തി ഈ പരിശോധനകളൊക്കെ തന്നെ നടത്തും. എന്തായാലും ഈ സ്ഫോടക വസ്തു എന്ന് പറയുന്നത് തോട്ട ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമമാണ്. ഉഗ്ര ശബ്ദത്തോടു കൂടിയാണ് ഈ വാതിലുകൾ പൊളിച്ചത്. ആദ്യം മൺവെട്ടി ഉപയോഗിച്ചുകൊണ്ട് വാതിൽ തകർക്കാൻ ശ്രമിച്ചു, പക്ഷേ തകർക്കാൻ കഴിഞ്ഞില്ല. 2 മുറികളിലായിട്ടാണ് അമ്മയും മകനും താമസിച്ചിരുന്നത്. 2 മുറികളും തകർത്ത നിലയിലാണ്. ആദ്യം അമ്മയുടെ മുറി, സന്തോഷ് താമസിച്ചിരുന്ന മുറിയാണെന്ന് കരുതിക്കൊണ്ടാണ് അത് തകർത്തത്. പക്ഷേ അമ്മയാണ് ആ മുറിക്കുള്ളിൽ കണ്ടത്. അമ്മ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് സന്തോഷ് താമസിച്ച മുറിയിലേക്കാണ് ഈ തോട്ട ഉപയോഗിച്ച് സ്ഫോടക വസ്തു എറിഞ്ഞത്. ഇതിനുശേഷം ഈ വാതിൽ തകർക്കുകയും ചെയ്തു. പിന്നീട് മുറിക്കുള്ളിൽ കടന്ന ഈ സംഘം ഇയാളെ വെട്ടി പരിക്കേൽപ്പിച്ചു. ആളുകൾ ഓടിക്കൂടുന്നത് കണ്ടാണ് ഇയാളുടെ കാലിൽ ഗുരുതരമായി ഈ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായി അടിച്ച് പരിക്കേൽപ്പിച്ചത്. അതിനുശേഷം അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നില്ല. അവിടെ നിന്ന് അക്രമികൾ ഓടി രക്ഷപ്പെടുകയും ഈ ഇന്നോവ വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് ഇദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ സൗണ്ട് ബൈറ്റ് പ്രകാരം ഇദ്ദേഹത്തിന്റെ സുഹൃത്താണ് ആ സൗണ്ട് ബൈറ്റിൽ സംസാരിക്കുന്നത്. അയാൾ ഈ സംഭവ സ്ഥലത്തേക്ക് ഓടി എത്തുന്നു. പോലീസുമായിട്ടാണ് അയാൾ അവിടെ എത്തുന്നത്. പിന്നീട് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തും വരെ സന്തോഷ് സംസാരിച്ചിരുന്നു. അതായത് തന്നെ മുമ്പ് കൊലപ്പെടുത്താൻ ശ്രമിച്ച അക്രമി സംഘം തന്നെയാണ് ഈ അക്രമത്തിൽ പിന്നിലെന്ന് സന്തോഷ് സുഹൃത്തിനോട് പറയുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം എന്തായാലും സന്തോഷിന്റെ മരിക്കുന്നതിന് മുമ്പ് സന്തോഷ് പറഞ്ഞ കാര്യങ്ങൾ, ആ വാക്കുകൾ തന്നെയായിരിക്കും ഈ അന്വേഷണത്തിന് പ്രധാന ദിശാസൂചികകളായി മാറുക. ഏതായാലും ഗുണ്ട വിളയാട്ടം എന്ന വാക്ക് ഒട്ടും കൂടിപ്പോകില്ല. അത്രയ്ക്കും ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് കൊല്ലത്ത് എന്ന കാര്യത്തിൽ ഉറപ്പിച്ചു പറയാം. ഇനി ആ പ്രതികളെ പിടികൂടേണ്ടതുണ്ട്. പോലീസ് സംവിധാനമാകെ പ്രതികളെ തിരയുന്നതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴുള്ളത്. ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.